ഹലോ ഗൈസ്, അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനുള്ളത് കോട്ടൂരാണ് കേട്ടോ. ഫോറസ്റ്റ് ഓഫീസിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് കേട്ടോ നമ്മളെ കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസ്. സെറ്റിൽമെൻ്റൊക്കെ വരുന്നത് വനമേഖലയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളെ സെറ്റിൽമെൻറ്റിലേക്ക് കടന്നു വരാൻ 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഫോറസ്റ്റിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ അകത്ത് കയറ്റി വിടുള്ളൂ കേട്ടോ. നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ അമ്മച്ചിമാരൊക്കെ മുളയിൽ ഈ ഹോളൊക്കെ ഇടുകയാണ്. ഇത് വലിയൊരു മുളയാണ്. ഹോളൊക്കെ ഇട്ട് എന്താണെന്ന് നമുക്ക് അവരോട് തിരക്കി നോക്കാം. അതേപോലെ തന്നെ നമ്മളെ ചേച്ചിമാരൊക്കെ പെട്ടെന്ന് പണി തീർക്കാനുള്ള ധൃതിയിലാണ്. കാരണം മൊത്തം ഫുൾ പണി തീർന്നിട്ടില്ല. അവരത് ഫിനിഷൊക്കെ ആക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മളെ അമ്മച്ചി ഇതെന്താണ് ഉണ്ടാക്കുന്നത്? ഇതിലുണ്ടാക്കിയ കപ്പാണ് ഇത്. മഞ്ഞപ്പൊടിയും ഉലുവയിട്ട് തിളപ്പിച്ച് അതിനകത്ത് വെള്ളത്തിട്ട് ഉണക്കി അതിനെ പണിയെടുത്ത ഒരു കപ്പാണ് ഇത് കൊണ്ട് നമുക്ക് ചായ കുടിക്കാം. ഈ കപ്പിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. നിർമ്മിച്ച കപ്പെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ചായ കുടിക്കുന്ന നല്ല കപ്പ്, കുഞ്ഞു കപ്പാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. കപ്പാണ് നമ്മുടെ ഈ കപ്പിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ കപ്പ് നമുക്ക് പിന്നെ വെള്ളം കുടിക്കാം, ജ്യൂസ് കുടിക്കാം. ഇത് വേറെ വിഷാംശം ഒന്നുമുള്ളതല്ല. ഇത് നമ്മൾ മുള പിന്നെ പുഴുങ്ങിയാണ് ഈ നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് മഞ്ഞപ്പൊടി, ഉലുവ ഇത്രയും സാധനം ഇട്ട് വെള്ളത്തിലിട്ട് നല്ല ഭംഗിയായിട്ട് വേവിച്ച് ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ കപ്പ് ഉണ്ടാക്കുന്നത്. ഇവിടെ ജ്യൂസ് കപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചേട്ടന്മാർ ഈറയിലെ കളർ മുക്കിയാൽ വെള്ളം ഒഴിക്കുന്ന സീനാണ് ഈ കാണുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ ഇവർ ഈറപ്പൊടി എടുത്ത് നേരെ വേരനകത്ത് ഇട്ട് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചാണ് ഇതിനെ സെറ്റ് ചെയ്യുന്നത്. കളറൊക്കെ ഇട്ട് വേണം അതിൽ സെറ്റ് ചെയ്യാൻ. അതൊക്കെയാണ് നമ്മൾ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കളറിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കൂടുതലും ഓറഞ്ചും മഞ്ഞയിലുമാണ് ഈ കളർ നിർമ്മിച്ചിട്ടുള്ളത്. ഈറപ്പൊടിയിലെടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ നമ്മളെ പപ്പടം കുത്തി പണികളെല്ലാം ഫിനിഷിങ് ആയിട്ടുണ്ട്. നമ്മളെ പപ്പടം കുത്തികളാണ് ഇതെല്ലാം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ആ ഈറയിലെ പൊടിയിലത് നമ്മളെ കുഞ്ഞ് അനിയത്തിമാരോടുത്ത് ചോദിച്ചു നോക്കാം. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈറേന്ന് പൊളി എടുത്ത് അത് വെള്ളം തിളപ്പിച്ച് അതിലോട്ടിട്ട് കളറൊക്കെ മുക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ വെട്ടി എടുത്തിട്ട് അത്രേ ചെയ്തുള്ളൂ. വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ മാക്സിമം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.